ഒന്നാം ഓണ ദിവസമായ ഇന്ന് കാഴ്ചക്കുല സമർപ്പണത്തിനായി നിരവധി ഭക്തരാണ് ഇന്നലെ രാത്രി മുതൽ ഗുരുഭവനപുരിയിൽ എത്തി കാത്തിരിക്കുന്നത്. സാനുണ്ട് വിവരങ്ങൾ പങ്കുവെക്കാൻ. സാനു, ഗുഡ് മോർണിംഗ്. ഓണം എന്ന് പറയാൻ പറ്റില്ല, തിരുവോണം നാളെയാണ്. സാനു ഗംഭീരമായി കൊണ്ടാടുന്നത്. സാനു, ഭക്തജനങ്ങൾ ഒഴുകിയെത്തുകയാണോ? ഇന്ന് എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന ചടങ്ങ്? വിശദാംശങ്ങൾ പങ്കുവയ്ക്കാം. അശ്വതി, രാഖി, എന്തായാലും ആചാര സവിശേഷതകൾ കൊണ്ട് ഏറെ പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് ഗുരുഭവനപുരി എന്നുള്ളത്. ആ ഗുരുവായൂരിലെ ഉത്രാട കാഴ്ചക്കുല സമർപ്പണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറെ ഈ ഓണം ആഘോഷമൊക്കെയായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏറെ സവിശേഷമായിട്ടുള്ള ആചാര പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഈ ഉത്രാടക്കുല സമർപ്പണം എന്ന് പറയുന്നത്. ഉത്രാട ശീവേലിക്ക് ക്ഷേത്രം, അതായത് ശേഷമാണ്, അതായത് ക്ഷേത്രത്തിലെ ഉത്രാട ശീവേലിക്ക് ശേഷം ഈ ഭഗവാന് ഒരു ഭക്തർ സമർപ്പിക്കുകയാണ് കാഴ്ചക്കുലകൾ. അതായത് അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നതിന് വേണ്ടി ഭയഭക്തിയോട് കൂടി ഈ ഗുരുവായൂരപ്പന്റെ സ്വർണ്ണക്കൊടിമര ചുവട്ടിലാണ് ഈ കാഴ്ചക്കുലകളൊക്കെ സമർപ്പിക്കുന്നത്. വിവിധ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നതാണ് ഈ കാഴ്ചക്കുല എന്ന് പറയുന്നത്. അങ്ങനെ നിരവധി ആളുകൾ, അതായത് സംസ്ഥാനത്തിന് പുറത്തു നിന്നും അകത്തു നിന്നുമുള്ള നൂറുകണക്കിന് ഭക്തർ ഈ ഒരു ദിവസം ഉത്രാടക്കുല സമർപ്പിക്കാനായിട്ട് ഗുരുഭവനപുരിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഓരോരുത്തരായിട്ട് ഈ ഒരു കാഴ്ചക്കുല സമർപ്പണത്തിനും അതേപോലെ തന്നെ ക്ഷേത്ര ദർശനത്തിനുമായിട്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഇങ്ങനെ കടന്നു വരുന്ന ആളുകൾ ഊഴമനുസരിച്ചാണ് കയറുന്നത്. ഇങ്ങനെ പ്രത്യേകം നിയന്ത്രിച്ച് ആളുകളെയൊക്കെ നിയന്ത്രിച്ചാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് കടത്തിവിടുന്നത്. അത്രയേറെ ജനത്തിരക്കുണ്ട് ഇന്ന്. അങ്ങനെ ക്ഷേത്രത്തിനുള്ളിലേക്ക് ആളുകളെ കടത്തിവിടുന്നു. ഒപ്പം തന്നെ ഈ 7 മണിക്ക് ശേഷമാണ് ഈ ഉത്രാടക്കുല സമർപ്പണ ചടങ്ങുകളൊക്കെ ആരംഭിച്ചത്. അപ്പോൾ നമുക്കത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഓരോരുത്തർ അവരുടെ ഭഗവാന് സമർപ്പിക്കുന്നതിന് വേണ്ടി ആ കുലകളൊക്കെ ചുമലിൽ വെച്ചുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആചാര വൈവിധ്യങ്ങളാൽ ഏറെ സമ്പന്നമാണ് ഗുരുവായൂർ എന്നുള്ളത്. ആ ആചാര സമ്പന്നമായിട്ടുള്ള ഗുരുവായൂരിൽ ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ചടങ്ങ് കൂടിയാണ് ഈ ഉത്രാടക്കുല സമർപ്പണം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവരിങ്ങനെ ക്യൂ കോംപ്ലക്സിലെ കൈനിറയെ ഈ കുലയൊക്കെ ആയിട്ട് ആ ഭഗവാനെ കാണുന്നതിന് വേണ്ടിയിട്ട്, അതിന് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ആളുകളുടെ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. അവർ ഉത്രാടക്കുല സമർപ്പണത്തിന് വന്നിരിക്കുകയാണ്. ആദ്യമായിട്ടാണോ ഈ ഉത്രാടക്കുല സമർപ്പിക്കാൻ? അല്ല, ഞാനൊരു 40 കൊല്ലം ജോലിയുണ്ട്. സ്ഥിരമായിട്ട്? ഞാൻ ഇവിടെ ഉള്ള ആളാ, സ്ഥിരമായിട്ട് ഇതിൽ വെക്കുന്നുണ്ട്. ഉത്രാടക്കുല സമർപ്പണം എന്ന് പറയുമ്പോൾ ആ ആചാരത്തിന് എന്താണ് പ്രത്യേകതയുള്ളത്? എന്താ പറഞ്ഞിട്ടാണ് നമ്മൾ അതൊക്കെ ചെയ്യാറ്? അല്ല, നമ്മുടെ എന്ത് വിഷമമുണ്ടെങ്കിലും പറഞ്ഞ് നമ്മൾ സമർപ്പിക്കുന്നതിന് ഒക്കെ ഭഗവാൻ ശരിയാക്കി തരും. എല്ലാ കൊല്ലവും നമ്മൾ വെക്കുന്നതാണ്. ഉത്രാടക്കുല സമർപ്പണത്തിനൊപ്പം തന്നെ ഓണപ്പുടവ സമർപ്പണവും ഇതിപ്പോൾ 2-3 കൊല്ലമായിട്ട് തുടങ്ങിയിട്ട്, മുന്നേ ഒന്നും ഇല്ല. അത് ഇപ്പോൾ തുടങ്ങിയതാണ്. അത് എന്ത് കൊലയാണ് നമ്മൾ സമർപ്പിക്കുന്നത്? നേന്ത്രക്കൊലയാണ്. നേന്ത്രക്കൊലയാണോ? അതാണ് വെക്കുന്നത്. കതിലേക്ക് അല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് അതിലേക്ക് വെച്ച് സമർപ്പിക്കാം. ഇന്നത്തെ ദിവസം ഓണത്തിന് ഇതാണ് വെക്കുക, നേന്ത്രക്കൊലയാണ് വെക്കുക. എവിടെയാണ് നമ്മൾ കൊണ്ട് വെക്കേണ്ടത്? ഇപ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ വെക്കുക. ആദ്യമൊക്കെ നമ്മൾ ഉള്ളിൽ വെച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ തിരക്ക് കാരണം പറ്റില്ല. ഇപ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ വെക്കും. അത് തീർച്ചയായിട്ടും അവർ പറയുന്നത് അവരുടെ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഈ നേന്ത്രക്കുലയാണ് സമർപ്പിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആളുകളൊക്കെ ഇങ്ങനെ വന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മളോടിപ്പോൾ സംസാരിച്ച ആൾ 10-40 വർഷമായിട്ട് ഈ ഒരു ചടങ്ങിൽ ഭാഗമാകുന്ന ഒരാളാണ്. അങ്ങനെ വലിയ രീതിയിൽ ആളുകൾ എത്തുന്നു, ഭക്തരെത്തുന്നു. നാളെ ഈ ഭഗവാന് ഈ ഓണപ്പുടവ സമർപ്പണ ചടങ്ങ് കൂടിയുണ്ട്. അതും ഏറെ പ്രത്യേകതകളുണ്ടാണ്. കാരണം നമ്മുടെ ബന്ധുക്കൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ പുടവകൾ ഓണത്തിന് വളരെ സന്തോഷത്തോടു കൂടി സമർപ്പിക്കാറുണ്ട്. വീടുകളിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അത് കൈമാറാറുണ്ട്. അതിൻ്റെ മറ്റൊരു രീതിയാണ് ഇവിടെ ഭഗവാന് നേരിട്ട് കൊണ്ടുപോയിട്ട് ഈ ഒരു ഓണപ്പുടവയൊക്കെ സമർപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടും അതേപോലെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് ഏറെ കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന ഒരു ആചാരം കൂടിയാണെന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം നമ്മൾ പരസ്പരം ആ ഒരു സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഉള്ള ഒരു സന്തോഷം കൂടിയാണ് ഈ വസ്ത്രമൊക്കെ കൈമാറുക, പുടവയൊക്കെ കൈമാറുക എന്നുള്ളത്. അത് നേരിട്ട് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാന് കൈമാറുന്നു എന്നുള്ളതും ഈ ഗുരുവായൂരിൻ്റെ മാത്രം സവിശേഷതയാണ്. എന്തായാലും ഗുരുവായൂരിലെ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണുള്ളത്. ക്യൂ കോംപ്ലക്സുകളൊക്കെ കവിഞ്ഞു പോവുകയാണ്. അതേപോലെ തന്നെ സ്പെഷ്യൽ ക്യൂ സംവിധാനം, അതേപോലെ തന്നെ ഗുരുവായൂരിനോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ, അല്ലെ ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ളവർക്കൊക്കെ വളരെ വേഗത്തിൽ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനുള്ള പ്രത്യേക സംവിധാനമൊക്കെ ഉണ്ട്. അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഈ തിരക്കിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ. അത്തരത്തിലുള്ള ഒരു നിയന്ത്രണം നാളെയും തുടരും. നാളെയും വലിയ രീതിയിലുള്ള ഭക്തജന പ്രവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഉണ്ടാകുമെന്നാണ് ക്ഷേത്രം അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. രാഖി.
സാനു. എന്തായാലും ഈ ഉത്രാടപ്പുലരിയിൽ ഗുരുവായൂരിൽ നല്ല തിരക്കാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവിടെ ഈ കാഴ്ചക്കുല സമർപ്പണ ചടങ്ങ് നടക്കുന്ന സാനുവിന്റെ ഉത്രാടം ഗംഭീരമായി. കാരണം ഗുരുവായൂരിലാണ്, നല്ല കാഴ്ചകൾ കാണാം, ഒരുപാട് ആൾക്കാരെ കാണാം. അപ്പോൾ കാഴ്ചക്കുള്ള സമർപ്പണം നേരിട്ട് കാണാനുള്ള ഭാഗ്യമുണ്ട്. അതെ.